TJ വിനോദ് വരികയാണ്. ചേട്ടാ, എന്താണ് തീരുമാനമായോ? സമയമെടുക്കും. തീരുമാനമായി. ബഹുമാനപ്പെട്ട കളക്ടറുമായിട്ട് സംസാരിച്ച് കൌൺസിലർ ആണല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസൻസിൽ ഇവിടെ നിന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇത് പാമ്പ് പതുക്കെ ഇറങ്ങി വരുമെന്നുള്ളതാണ് അതിന്റെ ഒരു രീതി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ അവരെ പ്രസൻസിൽ ചെയ്യണമെന്നുള്ളതാണ് ഫയർഫോഴ്സുകാർ പറയുന്നത്. കാരണം അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ പാമ്പ് നിലത്തേക്ക് പെട്ടെന്ന് വീണ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻസിൽ ചെയ്യണം. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 3/4 മണിക്കൂറിന് അവിടെ എത്തുമെന്നാണ് കളക്ടർ പറഞ്ഞത്. അപ്പൊ അവരുടെ പ്രസൻസിൽ അത് ചെയ്യാനുള്ള അത് ചെയ്യാം. നമുക്ക് കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്. നമുക്ക് കോർപ്പറേഷൻ ഹോസ്റ്റലിലൂടെയാണല്ലോ അങ്ങനെ ഒരു പ്രശ്നം. തീർച്ചയായിട്ടും. നേരത്തെ ഈ പരിസരത്തെ പെരുമ്പാമ്പിനെ നമ്മൾ കോടതിയുടെ മുമ്പിലും മരത്തിൽ നേരത്തെ പെരുമ്പാമ്പ് 2 വർഷം മുന്നേ വന്നതാണ്. സ്ഥിരമായി ഈ ഭാഗത്ത് അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗൗരവമായ അന്വേഷണം നടത്താം. കാരണം സിറ്റിക്കകത്ത് ഇത് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായി കാണണം. ഹാഷ്മി MLA ആണ് പ്രതികരിച്ചത്. അല്പസമയത്തിനകം തന്നെ, അതായത് ഫയർഫോഴ്സ് ഇവിടെ ഈ പാമ്പിനെ നിരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണം. നിയമപരമായി ഇതിനെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി വേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അവരുടെ നിയന്ത്രണത്തിൽ മാത്രമേ ഈ വെള്ളം സ്പ്രേ ചെയ്യാനടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത് മഹാരാജാസ് കോളേജിന്റെ ഹോസ്റ്റലാണ്. മഹാരാജാസ് കോളേജിന്റെ ഹോസ്റ്റലിലെ ഒരു ഭാഗമാണ്. കുട്ടികൾ കളിക്കുന്ന ഭാഗമാണ്. തൊട്ടപ്പുറത്ത് ഷട്ടിൽ കോർട്ട് അടക്കമുണ്ട്. അതിന്റെ ഇപ്പുറത്തേക്ക് പ്രദേശം കാട് പിടിച്ചു കിടക്കുകയാണ്. അവിടെ ഒരു തണൽവാഘ മരമുണ്ട്. ആ വാഘമരത്തിലാണ് ഇപ്പോൾ ഈ പാമ്പ് അതിന്റെ ഏറ്റവും മുകളിൽ കയറി നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ പാമ്പിനെ കണ്ട കാര്യം വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് പാമ്പിനെ ഇവിടെ നിന്ന് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഇതിന്റെ മുകളിൽ, ഈ പരിസരത്ത് ചായക്കടയുണ്ട്, അവിടെ എത്തിയ ആളുകളാണ് ഇതിന്റെ മുകളിൽ ഇതിനെ കണ്ടത്. ആദ്യം തൊട്ടടുത്തായിരുന്നു, ഈ ആദ്യം കാണുന്ന കൊമ്പുകളിലൊക്കെ ആയിരുന്നു പാമ്പ് ഇരുന്നത്. പിന്നീട് അത് ആളിന്റെ അനക്കമൊക്കെ തട്ടി അങ്ങനെ മുകളിലേക്ക് പോയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറായിട്ടുണ്ട്. ആ പ്ലാൻ ഇനി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് വനംവകുപ്പ് വരണം. അത് ഇപ്പോൾ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല. നേരത്തെ ഈ കാക്കയടക്കം ആക്രമിച്ച സാഹചര്യത്തിലാണ് പാമ്പ് മുകളിലേക്ക് പോയതെന്നാണ് സ്നേക്ക് റെസ്ക്യൂവർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴും ആ പ്രദേശത്ത് അവിടെ കാക്ക പാമ്പിന് തൊട്ടടുത്തായി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഇതിന്റെ ഈ ഫയർഫോഴ്സ് ഇതിന്റെ നിരീക്ഷണം പൂർണ്ണമായും നോക്കുന്നുണ്ട്. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് KSEBയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടികൂടാനാകുമോ അല്ലെങ്കിൽ മറ്റു വശത്തേക്ക് പോയാൽ പിടികൂടാനാകുമോ എന്നൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളും തടിച്ചുകൂടിയിട്ടുണ്ട്. ഓപ്പറേഷൻ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എറണാകുളം മഹാരാജാസ് ഹോസ്റ്റൽ കമ്പൗണ്ടിലെ മരത്തിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി പെരുമ്പാമ്പ് അവിടെ തന്നെ തുടരുകയാണ്. പെരുമ്പാമ്പിനെ താഴേക്ക് ഇറക്കണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.